2025 പുതിയ മലവളപ്പിന് മുമ്പിൽ ജിൻസിയുടെയും ആൽഫാമേഗയുടെയും ഒക്കെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പൃഥ്വിരാജും മോഹൻലാലും അടങ്ങുന്ന വലിയൊരു സംഘം ഇന്ത്യൻ വർഗീയത എങ്ങനെ അധികാരത്തിലെത്തി എന്ന് ചോദിച്ചാൽ നിരപരാധികളെ കൊന്നുകളഞ്ഞുകൊണ്ടാണ്. മതവ്യത്യാസമില്ലാതെ ഗൗരി ലങ്കേഷിനെ, MM കൽബുർഗിയെ, ഗോവിന്ദ് പൻസാരയെ, ഗ്രഹാം സ്റ്റെയിൻസിനെ, പിഞ്ചും കുഞ്ഞുങ്ങളായ ഫിലിപ്പിനെ, തിമോത്തിയെ, സുനിത വില്യംസിന്റെ ബന്ധുവായിരുന്ന ഹരേൻ പാണ്ഡ്യയെ, ജസ്റ്റിസ് ലോയെ, ഹിന്ദു നാമധാരികളായ തങ്ങൾക്ക് അനഭിമിതരെന്ന് തോന്നിയ മുഴുവൻ നിരപരാധികളെയും കൊന്നുകളഞ്ഞ രക്തപങ്കിലമായ ചരിത്രമാണ് ഇന്നത്തെ ഇന്ത്യൻ വർഗീയതയ്ക്കുള്ളത് എന്ന് സിനിമയിലൂടെ ഓർമ്മിപ്പിച്ചു. ഏത് വിയോജിപ്പുകൾക്കിടയിലും മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ അടങ്ങുന്ന എമ്പുരാന്റെ വലിയ ചലച്ചിത്ര സൃഷ്ടാക്കളായ സംഘം, അവരോട് നമുക്ക് കടപ്പാടുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി, ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് നിർബന്ധമായും എമ്പുരാൻ സിനിമയുടെ കൂടെയാണ് അവരോട് കടപ്പെട്ടിരിക്കും. അവിടെ ഒരു ഖേദം പ്രകടിപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഇവരെ തള്ളിപ്പറയാൻ പാടില്ല. എമ്പുരാൻ സിനിമയുടെ 2 മിനിറ്റ് 17 സെക്കൻഡ് വെട്ടിമാറ്റി. ബലാത്സംഗരംഗം, അതോടൊപ്പം തന്നെ വില്ലന്റെ പേര് എന്നിവ മാറ്റിയാണ് പുതിയ പതിപ്പ് ഇറങ്ങുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുതിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തും എന്നാണ് പറയുന്നത്. അതല്ല, നാളെ മാത്രമേ എത്തുകയുള്ളൂ എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പരമാവധി വൈകിപ്പിക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. അതനുസരിച്ച് വലിയ സമ്മർദ്ദം സിനിമാ പ്രവർത്തകരുടെ മുകളിൽ ഉണ്ട് എന്ന വാർത്തകളും ഉണ്ട്. ഏതായാലും ഓർഗനൈസർ, RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ പൃഥ്വിരാജിനെതിരെയുള്ള വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഓർഗനൈസർ രംഗത്ത് വന്നിരുന്നു. ഓർഗനൈസർ മോഹൻലാലിനെതിരെ പറഞ്ഞത്, മോഹൻലാൽ അറിയാതെ എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു നടൻ, കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ, മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ, അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായും തിരക്കഥ മുഴുവൻ വായിച്ചു നോക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർഗനൈസർ RSSന്റെ മുഖപത്രം മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം. എന്നാൽ ഇത്തവണ പൃഥ്വിരാജിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ലേഖനത്തിൽ പറയുന്നത് പൃഥ്വിരാജ് ഒരു ദേശവിരുദ്ധനാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളും ഒക്കെ എടുത്തു പിടിച്ചാണ് ഓർഗനൈസർ, അതെല്ലാം കോട്ട് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസർ പറയുന്നത് പൃഥ്വിരാജ് ഒരു ദേശവിരുദ്ധനാണ് എന്ന്. പൃഥ്വിരാജ് മാത്രമല്ല, പൃഥ്വിരാജിന്റെ സഹോദരൻ ഇന്ദ്രജിത്തും ഒരു ദേശവിരുദ്ധനാണ്. കേന്ദ്ര സർക്കാരിനെതിരെ, BJP സർക്കാരിനെതിരെ, എന്തിനേറെ പറയുന്നു മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഇന്ത്യയിൽ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചവരാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ലേഖനത്തിന്റെ വാക്കുകൾ അത് മലയാളത്തിൽ ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. പൃഥ്വിരാജ് ദേശവിരുദ്ധരുടെ ശബ്ദമാണ്. ദ്വീപുകളെ ആധുനികവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുരോഗമന നടപടികളെ എതിർക്കാൻ ശ്രമിച്ച സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനിന് പിന്നിലെ പ്രമുഖരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന വസ്തുതയിൽ നിന്ന് ഇത് വ്യക്തമാണ് എന്നാണ് പൃഥ്വിരാജിനെ കുറിച്ച് പറയുന്നത്. CAA പ്രക്ഷോഭത്തിലും അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു. CAA എതിർക്കുന്നവരോട് എഴുന്നേൽക്കാൻ ആഹ്വാനം ചെയ്തു. CAA പ്രതിഷേധത്തിനിടെ ജാമ്യ വിദ്യാർത്ഥികളെ പിന്തുണച്ചതും വിപ്ലവം സ്വദേശത്ത് വളരുന്നതാണ് എപ്പോഴും എന്ന് പ്രസ്താവിച്ചതും പൃഥ്വിരാജ് ആയിരുന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത്. അത് വസ്തുതയുമാണ്. കാരണം CAA പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പൃഥ്വിരാജ്. അതോടൊപ്പം തന്നെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്, വലിയ ചർച്ചയായ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ, ലക്ഷദ്വീപിനെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി, അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ ജീവിക്കുന്നവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ നിഷേധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന് എതിരെ വലിയ ശബ്ദം ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ആ ശബ്ദത്തിൽ മുന്നിൽ നിന്ന ശബ്ദമായിരുന്നു പൃഥ്വിരാജിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ദേശവിരുദ്ധനാണ് എന്ന് ഓർഗനൈസർ RSSന്റെ മുഖപത്രം കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ പഴയ വാചകങ്ങൾ കോട്ട് ചെയ്യുകയും ചെയ്തത്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരനെയും വെറുതെ വിടുന്നില്ല ഓർഗനൈസർ. സഹോദരനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഡൽഹി പോലീസിനെ നേരിടുന്ന ആയിഷ റൈനയെ പിന്തുണച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ദ്രജിത്ത് സുകുമാരൻ രംഗത്തെത്തി. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് CAA പ്രതിഷേധങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റൈനയെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് സുകുമാരൻ ഇട്ട പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി എടുത്താണ്, അതും കൂടി പ്രസിദ്ധീകരിച്ചാണ് ഓർഗനൈസർ ഇന്ദ്രജിത്ത് സുകുമാരനെതിരെ രംഗത്ത് വരുന്നത്. എന്ന് വെച്ചാൽ പൃഥ്വിരാജും സഹോദരൻ ഇന്ദ്രജിത്തും ദേശവിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് RSSും RSSന്റെ മുഖപത്രമായ ഓർഗനൈസറും. എന്തായാലും എമ്പുരാൻ സിനിമ ഉണ്ടാക്കിയ വിവാദം, ചർച്ച വളരെ സജീവമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
RSS മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഗോകുലം ഗോപാലിനെയും ഒക്കെ ആക്രമിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ അവർ കേന്ദ്രീകരിക്കുന്നത് പൃഥ്വിരാജിലാണ്, അതോടൊപ്പം മോഹൻലാലിലാണ്. മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ മോഹൻലാൽ മാപ്പ് പറഞ്ഞത് തെറ്റാണ്, ഒരിക്കൽ മാപ്പ് പറയാൻ പാടില്ലായിരുന്നു, മുട്ടുമടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് മതേതര വിശ്വാസികൾ സിനിമ ഇതുപോലെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ, സിനിമയ്ക്കെതിരെ RSSകാർ രംഗത്ത് വന്നപ്പോൾ അതിനെ എതിർത്തവർ ഒക്കെ മോഹൻലാലിനെതിരെ തിരികെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. എന്നാൽ അത് പാടുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നത്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രതിഷേധം പോലും ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു സിനിമയെടുത്ത് RSSനെ BJPയെ വെല്ലുവിളിക്കാൻ തയ്യാറായി എന്നത്, അതിൽ വിമർശനം ഉയർന്നു വന്നപ്പോൾ ഒരു ചുവട് പിറകോട്ട് വെച്ചു എന്നതുകൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം ഈ വിഷയം കേരളത്തിൽ, ഇന്ത്യയിൽ സജീവ ചർച്ചയായി മാറാൻ എന്താണ് ഗുജറാത്ത് കലാപം, എന്തിനാണ് ഗുജറാത്ത് കലാപം, ആരാണ് തുടങ്ങിയത്, എന്താണ് നടന്നത്, ആരാണ് ഉത്തരവാദി തുടങ്ങിയ സംഭവങ്ങൾ വീണ്ടും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇടയാക്കി എന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം സത്യം വിളിച്ചു പറയാൻ ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുത്തു എമ്പുരാൻ സിനിമ എന്നതുകൊണ്ട് തന്നെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിൽ കാര്യമില്ല എന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. എമ്പുരാൻ സിനിമയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരി സെക്യുലർ ഫാബ്രിക് തമ്മിലടിക്കുകയല്ല വേണ്ടത്. നമ്മൾ വർഗീയതയെ മോഹൻലാലിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച, പൃഥ്വിരാജിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച, ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് പരിമിതികളോടുകൂടെയെങ്കിലും വലിയ സംഭാവന നൽകിയ ഈ എമ്പുരാൻ സിനിമയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയവാദികളെ തുരത്തി ഓടിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനിടയിൽ വന്ന് എന്തുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചു, പേടിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചലച്ചിത്ര സൃഷ്ടിക്ക് നിൽക്കേണ്ടതുണ്ടായിരുന്നോ എന്ന അഭിപ്രായം മതനിരപേക്ഷ ചേരിയെ അല്ല, ചലച്ചിത്ര സൃഷ്ടിയുടെ വിശാലമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ അല്ല സഹായിക്കുക. അത് സഹായിക്കുക അതിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വർഗീയതയാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് പ്രതിനിധിക്ക് മാത്രമല്ല, സെക്യുലറായി ഇന്ത്യയും കേരളവും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞു, അതൊരു അനിഷ്ടകരമായ യാഥാർത്ഥ്യമാണ്, അപ്രിയമായ സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരണു കൊണ്ട് പോലും, ഒരംശം കൊണ്ട് പോലും ഈ സിനിമയുടെ സൃഷ്ടികർത്താക്കളെ തള്ളിക്കളയാൻ കഴിയില്ല. എന്താണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി? മുമ്പൊരിക്കൽ OV വിജയൻ എഴുതിയിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. തലപോകുന്ന കാലയളവിൽ തലമുടിയെ കുറിച്ച് സംവദിക്കാൻ പാടില്ല. ഈ ചലച്ചിത്രം നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ RSSന്റെ സമാനതകളില്ലാത്ത അക്രമം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതിന്റെ മുമ്പിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാലിനെ, എമ്പുരാൻ സിനിമയുടെ ചലച്ചിത്ര സൃഷ്ടാക്കളെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളിപ്പറയാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? കാരണം നമ്മളുടെ മുമ്പിൽ പാൻ ഇന്ത്യൻ എന്ന അനുഭവത്തിന്റെ മുമ്പിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മുമ്പിൽ ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ ഗ്രാമനഗരാന്തരങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിജയകരമായി പ്രദർശനം തുടരുകയാണ്. കേരളം മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സേഫ് സോണാണ് പരിമിതികളോടുകൂടെയെങ്കിലും. പക്ഷെ കേരളം വിട്ടാൽ വാളയാർച്ചനവും മഞ്ചേശ്വരവും വിട്ട് നമ്മൾ പുറത്തേക്ക് പോയാൽ കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ആന്ധ്രയിൽ, തെലങ്കാനയിൽ, കർണാടകയിൽ എത്ര യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ കാണുന്നത്? ആ പ്രേക്ഷകരുടെ കൂടെ മുമ്പിലേക്കാണ് ബാബു ബജരംഗിയെ ഗർഭിണിയെ തീയോടെ കൂടെ ചുറ്റിയെടുത്ത് കൊല്ലാൻ, ഭ്രൂണത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച മായ കോട്നാനി, നരോദിയ പാട്ടിയ, ഇത്തരത്തിൽ ഇന്ത്യൻ വർഗീയത നടത്തിയ ഏറ്റവും നൃശംസതകളുടെ ഒരു അനുഭവങ്ങളെ കരുത്തോടുകൂടി ഓർമ്മിച്ചെടുക്കുകയാണ്.